തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരുന്ന മകരവിളക്ക് ഇന്നാണ്. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു. രാവിലെ 8:45 മകരസംക്രമ പൂജയും അഭിഷേകവും നടക്കും. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. തുടർന്ന് ദീപാരാധനയും അതിനുശേഷം നട ദീപാരാധനയ്ക്ക് തുറന്നു കഴിഞ്ഞാൽ ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്നു കഴിഞ്ഞാൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. അതുപോലെ ആകാശത്ത് മകരനക്ഷത്രവും ഉദിച്ചുയരും. മകരവിളക്ക് ഉത്സവത്തിൻ്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ അതിവിപുലമായ ഏർപ്പാടുകൾ 24 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുവെന്നാണ് ഞങ്ങളുടെ ശബരിമല ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ സുരേഷ് ബ്യൂറോയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ രാഹുൽ സുരേഷ്, ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ എങ്ങനെയാണ് തിരക്കിൻ്റെ അവസ്ഥ? അറിയാം, മകരജ്യോതി തൊഴാനായി വരുന്ന ലക്ഷങ്ങൾ, അതും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന് വെളി സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഇന്ന് ശബരിമലയിൽ എത്തും. 18-ാം പടി കയറും. അവർ പൊന്നമ്പലമേട്ടിലെ ജ്യോതി കണ്ട് തൊഴുത് മടങ്ങുകയും ചെയ്യും. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. തീർത്ഥാടകർ കാത്തിരുന്ന മകരസംക്രമ പുലരി പിറന്നിരിക്കുകയാണ്. മകരവിളക്ക് തെളിയുന്ന അതേ പൊന്നമ്പലമേട്ടിൽ ഇതാ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. മാത്രമല്ല, സന്നിധാനം ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. പ്രപഞ്ചത്തിൽ സാമ്പ്രാണിയുടെയും കർപ്പൂരത്തിൻ്റെ ഒക്കെ സുഗന്ധമാണ്. ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ക്ഷേത്രം പൂക്കളാലും കുരുത്തോലകളാലും അലങ്കരിച്ചിരിക്കുന്നു. എസ്കൻ സൂചിപ്പിച്ച പോലെ തന്നെ വൻ തീർത്ഥാടക പ്രവാഹമാണ് രാവിലെ തന്നെ അനുഭവപ്പെടുന്നത്. ഇന്നലെ തന്നെ ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തെത്തി വിരിവെച്ച് തങ്ങിയിരുന്നു. പക്ഷെ രാവിലെയും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂജാകർമ്മങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ഉഷപൂജ നടക്കും. ഉഷപൂജ 8 മണിയോടുകൂടി പൂർത്തിയാകും. 8:30 ശ്രീകോവിൽ കഴുകി മകരസംക്രമ പൂജയ്ക്കായി അയ്യപ്പനെ ഒരുക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കും. 8:45 9:30 ഇടയിലാണ് മകരസംക്രമ പൂജ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അഭിഷേകവും നടക്കും. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് കടക്കുന്ന സമയത്താണ് മകരസംക്രമ പൂജ നടക്കുന്നത്. ഇതേ വേളയിൽ തന്നെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊടുത്തയച്ച നെയ്യ് ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിഷേകവും നടക്കും. എന്താണെങ്കിലും മകരസംക്രമ പൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വൈകിട്ട് 5:30 തിരുവാഭരണ ഘോഷയാത്ര അവിടെ എത്തും. അതിനുശേഷം 6:30 നമ്മളിപ്പോൾ ഉള്ള ക്ഷേത്ര സന്നിധിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും. കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രിയും തമിഴ്നാടിൻ്റെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങും. അതിനുശേഷമായിരിക്കും വിശേഷാൽ ദീപാരാധന നടക്കുക. അതിനുശേഷം തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് മകരജ്യോതി വൈകുന്നേരം പൊന്നമ്പലമേട്ടിൽ തെളിയും. അത് കണ്ട് തൊഴാനായി ലക്ഷങ്ങളാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ശബരിമലയിൽ എത്തുക. ഇന്ന് അഭൂതപൂർവമായ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്.